നമസ്കാരം. ഇന്ന് ഒരു പുതിയ പ്രസന്റേഷന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, CSE എന്നുള്ളത് കോമൺ സർവീസ് സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി MeitIയുടെ കീഴിൽ ഇന്ത്യയിലൊട്ടൊക്കെ ഏകദേശം 4 ലക്ഷത്തിലധികം കോമൺ സർവീസ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും പല വിധത്തിലുള്ള അപേക്ഷകളും മറ്റുള്ള സേവനങ്ങളും ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് CSEയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇന്ത്യ മൊത്തം 4 ലക്ഷത്തിലധികം CSE ഉള്ളത് കണക്ക് തന്നെ കേരളത്തിലും അതേപോലെ ആയിരക്കണക്കിന് CSEകൾ എല്ലാ പഞ്ചായത്ത് ജില്ലാ ആസ്ഥാനങ്ങളിലും ഓരോ വാർഡുകളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ CSEയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അധികം ആൾക്കാർക്ക് ബോധവാനല്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലുള്ള കോമൺ സർവീസ് സെൻ്ററിൻ്റെ മറ്റൊരു വിഭാഗത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതിൻ്റെ മേജറായിട്ടുള്ള കാര്യങ്ങളും CSEയിലും കൂടെയും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഈ CSEയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് കുറേ ആൾക്കാർ പലപ്പോഴായിട്ട് പല രീതിയിലും എന്നെ കാണാൻ വരാറുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവിധ തരത്തിലുള്ള ലോൺസിനെ ബേസ് ചെയ്തിട്ടുള്ളത്, MSMEയുടെ പ്രോജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത്, പിന്നെ മറ്റുള്ള ലൈസൻസുകളെ ബേസ് ചെയ്തിട്ടുള്ളത്, കമ്പനി രജിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ എൻ്റെ സ്ഥാപനത്തിലൂടെ ചെയ്യുന്നത് കൊണ്ട് ഇവർ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കാരണം ഞാനൊരു മറ്റൊരു നാഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാഗസീൻ്റെ, അതായത് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാഗസീൻ, അതായത് ലോയേഴ്സ് ജേണൽ എന്നുള്ള ഉണ്ടായിരുന്ന ഒരു മാഗസീൻ്റെ എഡിറ്ററായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന പലയിടത്തും പല ആൾക്കാർക്കും അറിയാവുന്നതുകൊണ്ടും അവരുടെ റെഫറൻസിലൂടെയും വരാറുണ്ട്. ഇന്നത്തെ രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ കേസിന് പോലും നമ്മൾ ഒരു കേസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സജഷന് വേണ്ടി, അല്ലെങ്കിൽ ഒരു അഡ്വൈസിന് അല്ലെങ്കിൽ ഉപദേശത്തിന് വേണ്ടി മറ്റൊരാളെ സമീപിക്കുക എന്നുള്ളത് ചിലവേറിയ കാര്യങ്ങളാണ്. പക്ഷെ പല ആളുകൾക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു അഡ്വക്കേറ്റിനെ, നിയമപരമായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിനെ കാണാൻ പോകാൻ വേണ്ടി ഭയമാണ് ഒന്ന്. കാരണം ഒന്ന് അവരുടെ വരുമാനത്തിൻ്റെ പ്രശ്നമാണ്. കാരണം എത്ര ഫീസ് ചോദിക്കും എന്നുള്ളതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം നല്ല കഴിവുള്ള വക്കീൽ അതായത് അഡ്വക്കേറ്റ്സ് വളരെയേറെ ഫീസൊക്കെ മേടിക്കുന്നവരൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കുറേ ആൾക്കാർ നല്ല രീതിയിൽ സേവനം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഭയമെല്ലാം ഒന്ന് ഒരു സൈഡിൽ നിന്നും അസ്ഥാനത്തേക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊരു മാറ്ററും ഏതൊരു ലോയും എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്കൊരു നിയമപരമായിട്ടുള്ള ഒരു ഉപദേശം ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള CSE കോമൺ സർവീസ് സെൻ്ററിനെ സമീപിക്കാവുന്നതാണ്. ഈ കോമൺ സർവീസ് സെൻ്ററിൻ്റെ അകത്ത് ടെലിലോ എന്നുള്ള ഒരു പ്രത്യേക ഘടകം തന്നെയുണ്ട്. എല്ലാ കോമൺ സർവീസ് സെൻ്ററിലും അത് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കോമൺ സർവീസ് സെൻ്ററിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കോൺഫിഡൻഷ്യൽ ആയിരിക്കും. നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ കേസിൻ്റെ കാര്യങ്ങളൊന്നും അവരുമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഒരു എന്താണ്, ഏതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങളുടെ കേസ് എന്നുള്ളത് നിങ്ങൾ അവർക്ക് ചൂസ് ചെയ്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്കും, ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ഓരോരുത്തർക്കും അവരിൽ നിന്നും ഒരു രജിസ്ട്രേഷൻ കിട്ടും. ആ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ടെലിലോയിൽ CSEക്കാർ ഡയറക്റ്റായിട്ട് നിങ്ങളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയാണ്. രജിസ്റ്റർ ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും ആ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സിൻ്റെ സേവനങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടും. അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ടൈം സ്ലോട്ട് അനുസരിച്ച് ടൈമും ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്ത് മെയിൽ, ഫീമെയിൽ അങ്ങനെയുള്ള കാറ്റഗറീസ് ഉള്ള വക്കീലന്മാരും ഉണ്ടാവും. ആ വക്കീലന്മാരെ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വക്കീലുണ്ടെങ്കിൽ, അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അവരെ എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സമയവും സൗകര്യവും അനുസരിച്ച് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡയറക്റ്റായിട്ട് ഈ പറയുന്ന അഡ്വക്കേറ്റ്, ക്വാളിഫൈഡ് അഡ്വക്കേറ്റ്, ഈ പാനലിലുള്ള അഡ്വക്കേറ്റ് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ആ വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടിരുന്നോ അല്ലെങ്കിൽ CSEയിൽ വന്നോ ആ പോർട്ടലിലൂടെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ സിസ്റ്റത്തിലൂടെ നിങ്ങൾക്കത് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വീഡിയോ കോൺഫറൻസിലൂടെയോ ടെക്സ്റ്റ് മെസ്സേജോ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കേസിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അവിടെ ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. അത് 1 2
3 പ്രാവശ്യമായാലും നിങ്ങൾക്ക് യാതൊരുവിധ സാമ്പത്തികമായിട്ടുള്ള ചിലവുകളും ഇതിൻ്റെ അകത്ത് ബാധ്യതകളും ഇതിലുണ്ടാകുന്നില്ല. ഇത് 100% ഫ്രീ ആണ്. അപ്പം ടെലിലോയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഏതെങ്കിലും അടുത്തുള്ള CSCയിലോട്ട് പോവുക. CSC പോയിട്ട്, അതായത് കോമൺ സർവീസ് സെൻറ്റർ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ എവിടെ ചെന്നിരുന്നാലും ഈ ഫെസിലിറ്റി നിങ്ങൾക്ക് ലഭ്യമാണ്. ലീഗൽ മാറ്റേഴ്സിൻ്റെ അകത്ത് നമുക്ക് കൂടുതലും ടെലിലോ സർവീസിൽ വരുന്നത് ഡൗറിയെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് സ്ത്രീധനത്തെ ബേസ് ചെയ്തിട്ടുള്ള, ഫാമിലി തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം, ഡിവോഴ്സ് കേസ് ആവാം, ഡൊമസ്റ്റിക് വയലൻസ് അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആവാം, സെക്ഷൽ ഹറാസ്മെൻ്റ് ആവാം, സെക്ഷൽ അബ്യൂസ് ആവാം, പിന്നെ ടീസിങ് വർക്ക് പ്ലേസിലാവാം, അതേപോലെ തന്നെ അതായത് മെയിൻ്റെനൻസ് ഓഫ് വുമൺ, ചിൽഡ്രൻ ആൻഡ് സീനിയർ സിറ്റിസൺ അവരുടെ മെയിൻ്റെനൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കേസാവാം, പിന്നെ അതായത് പ്രോപ്പർട്ടിയോ ലാൻഡിനെ ബേസ് ചെയ്തിട്ടുള്ള അവകാശ തർക്കങ്ങളാവാം, ഈക്വൽ വേജസ് മെയിലിനും ഫീമെയിലിനും തമ്മിലുള്ള ഈക്വൽ വേജസിനെ കുറിച്ചാവാം, മെറ്റേണിറ്റി ബെനിഫിറ്റ്സിനോ, പിന്നെ അതേപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് ഫോർട്ടിസൈഡോ അങ്ങനെയുള്ള ഏത് വേണമെങ്കിലും, പിന്നെ കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അസാൾട്ട്, പിന്നെ പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് ലേബർ, ഇംപ്ലിമെൻറ്റേഷൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അങ്ങനെ അറസ്റ്റ് FIR പ്രോസസ്സ്, പിന്നെ FIR രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള സംശയങ്ങൾ, പിന്നെ ഇങ്ങനെയുള്ള ഷെഡ്യൂൾ കാസ്റ്റിനെ ബേസ് ചെയ്തിട്ടും ഷെഡ്യൂൾ ട്രൈബ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതും റിഹാബിലിറ്റേഷനെ ബേസ് ചെയ്തിട്ടുള്ളതും ഇങ്ങനെയുള്ള കേസുകൾ ഏതായിരുന്നാലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ടെലിലോയിൽ നിന്നുള്ള പ്രിലിമിനറി ആയിട്ടുള്ള അഡ്വൈസിൽ നിങ്ങൾക്ക് ലഭിക്കും. അതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അടുത്ത CSCയിലോട്ട് പോവുക. ആ CSC പോയതിന് ശേഷം CSCയിൽ നിന്നുള്ള CSCയിലെ ആരാണോ CSCയിലെ അതായത് വില്ലേജ് ലെവൽ എൻ്റർപ്രണർ എന്ന് പറയും, VLE, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് അദ്ദേഹത്തിൻ്റെ പോർട്ടലിലൂടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് തരും. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മൊത്തം ഈ പറയുന്ന അഡ്വക്കേറ്റുമായിട്ട് പങ്കുവെച്ച് അവിടെ നിന്നുള്ള അഡ്വൈസ് എടുക്കാൻ പറ്റും. ഈ അഡ്വൈസ് എടുക്കുമ്പോഴത്തേക്കും ഈ നിങ്ങൾ കൊടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഹൈലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അതായത് അതിന് യാതൊരു കാരണവശാലും പരസ്യമാക്കില്ലെന്നുള്ളതും എല്ലാം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളൊന്നും എടുക്കാതെ തന്നെ ഈ പറഞ്ഞ എല്ലാ ടൈപ്പ് കേസുകൾക്കും ഒരു ലീഗൽ മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് കിട്ടാൻ വേണ്ടി, അതായത് ക്വാളിഫൈഡ് അഡ്വൈസ് കിട്ടാൻ വേണ്ടി അധികം ഒരു പൈസയും ചെലവാക്കാതെ നിങ്ങൾ കേരള ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള CSC സെൻറ്ററിൽ അടുത്ത് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇതൊരു അവയർനെസ്സിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് കഴിവതും നിങ്ങൾക്ക് ഉപയോഗപ്രദമായി അല്ലെന്നുണ്ടെങ്കിൽ തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഭാവിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. കാരണം ഈ ഷെയർ ചെയ്യുന്ന വീഡിയോ കൊണ്ട് ഇനി ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതിനുവേണ്ടി മാത്രമാണ് ഈ പറയുന്ന ടെലിലോയെയും CSCയുടെ ടെലിലോയെ സംബന്ധിച്ചുള്ള ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നമസ്കാരം പറയുന്നു. തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോകൾ എൻ്റെ ചാനലിലൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ സേവ് ചെയ്തിടുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മൊത്തം ഇത് കണക്കുള്ള വീഡിയോസ് നിങ്ങളുടെ അതിൽ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നമസ്കാരം പറയുന്നു. താങ്ക് യു.